അപ്പോൾ നമ്മൾ ഞണ്ട് പിടിക്കാൻ പോണ്. ഇതാണ് നമ്മളെ ഇതല്ല നമ്മളെ ഇതിൽ കോഴി വേസ്റ്റ് അല്ലേ കിട്ടണേ? കോഴി വേസ്റ്റ് നമ്മൾ കിട്ടിയിട്ട് ഇങ്ങനെ അറിയില്ല. ഈ കോഴി വേസ്റ്റിൻ്റെ മണം കൊണ്ടിട്ട് ഞണ്ട് വരും. ഓക്കെ, ഇത് അവിടെ നമുക്കിപ്പോൾ ഫസ്റ്റ് വലയിൽ ഇപ്പോൾ കിട്ടിയതാണ് കിടക്കണം 3 ഞണ്ട്. ഇതില്ലേ വലിയ ഞണ്ടൊക്കെ കിട്ടുമോ? വലിയ ഞണ്ടൊക്കെ കിട്ടും. അപ്പോൾ എന്നാ നമുക്ക് അറിയാലേ? അറിയാം. ഇത് നല്ല ആഴത്തിലേക്ക് അറിയണോ? അപ്പോൾ നമ്മൾ വലിക്കാൻ പോകണ്ട. ഓക്കെ, ഇത് നമ്മളെ പറ്റിച്ചില്ലേ? അപ്പോൾ അടുത്ത ഏറിൽ പിടിക്കാം. ഇതിലോ പച്ചയില്ല. അപ്പം അടുത്തത് വീണ്ടും എറിയാൻ പോകണം. ഇത് കുറച്ചടുത്താണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ കോഴി വേസ്റ്റ് ഇട്ടിട്ട് കടലിലേക്ക് എറിയും. അങ്ങനെയാണ് ഞണ്ട് പിടിക്കുന്നത്. അപ്പോൾ പുതിയ വല നമ്മൾ തീറ്റ കൊടുത്തിട്ട് ഇത് പിടി ഗൈസ്. അനീഫ അങ്ങോട്ട് പോയിട്ടാണ് ഞണ്ട് പിടിക്കണത്. ഓക്കെ, അപ്പം നമ്മൾ 2 വല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നിപ്പോൾ ഇതാ എൻ്റെ കയ്യിലുണ്ട്, ഒന്ന് അവിടെ ഉണ്ട്. കുറച്ച് കയർ കൂടുതലാണ്. ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. നല്ല മഴയായിരുന്നു രാവിലെ. ഇവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ് ഇപ്പോൾ? കടൽ കുഴപ്പമില്ല, നല്ല രീതിയിലുണ്ട്. വലിക്കറായാ? ഓക്കെ, ഓ കിട്ടി കിട്ടി, ഞണ്ട് കിട്ടി ഞണ്ട് കിട്ടി ഞണ്ട് കിട്ടി.
ഞണ്ട് കിട്ടി. ആദ്യം രണ്ടാമത് എറിഞ്ഞ വലയിൽ ഞണ്ട് കിട്ടി. മറ്റേ വല വലിച്ചിട്ടില്ല. അപ്പോൾ നമ്മളടുത്ത വല വലിക്കുന്നുണ്ട് കേട്ടോ. മെല്ലെ ഇനിയിപ്പോൾ നല്ല വലിക്കുന്നുണ്ട് വല. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഇട്ട വല കേട്ടോ. ആ പുതിയ വല സെറ്റ് ചെയ്തിട്ട് എറിഞ്ഞ വല വലിക്കാണ്. ആ വലയിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മളടുത്ത വല റിംഷാദ് വലിച്ചുകൊണ്ടിരിക്കണ്ട. റിംഷാദാണ് ലീഡ് ചെയ്തിരിക്കണത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഓ പച്ചല്ല ഗൈസ്. അപ്പോൾ നമ്മളെ പയ്യൻ അടുത്ത് തെറണി. അതിനെ നമ്മളെ ഇതാണ്ടാ നമ്മളെ വെയിറ്റ് ചെയ്യണം. ബർക്കത്താണ് ഭാഗ്യം. ബർക്കത്താണ്ടത്. ഇവിടെ ഇങ്ങനെ വരും കേട്ടോ. അതുപോലെ എറിയാനൊക്കെ ആയിട്ട് ആളുകൾ. ടൈം ആവണുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ആകെ ഇതുപോലത്തെ എറിയുന്ന ആളുകളായിരിക്കും. പിന്നെ വലയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. അതൊക്കെ പിടിക്കാനാവുന്നുള്ളൂ. ഗണോ ഗണോ പെട്ടെന്ന് പിടിക്കാം. അതും ഞണ്ട് വലിക്കുന്നുണ്ട്. ഒരുമിച്ചാണ് ഇപ്പോൾ വലിക്കണത്. നമ്മളെ വല അവൻ്റെ കൊടുത്ത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണ കാരണം അപ്പോൾ ആ വലയിലൊന്നും കിട്ടിയില്ല. ചേഞ്ച് ചെയ്തവർ വലി. അതിലില്ല. ആ വല വേണ്ട. ആ വല നമുക്ക് വേണ്ട. ആ അവിടെ അറിയുന്നവർക്കല്ലേ. അവിടെയൊക്കെ വലിക്കുന്നുണ്ട് അല്ല, എറിയുന്നുണ്ട്. ഞണ്ട് പിന്നെ കിട്ടി. രണ്ട് ഞണ്ടുണ്ട്. അപ്പോൾ കരമ്പ് കിട്ടാൽ മതി. ഇപ്പോൾ നമ്മളെ ഇതിൽ തീരെ ഞണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഞണ്ടൊക്കെ കിട്ടുന്നത് ആവലല്ല. ഇത് കിട്ടുമോ നോക്കാം നമുക്ക്. അവിടെ വലിക്കുന്നുണ്ട്. ഓ രണ്ട് ഞണ്ട് കിട്ടി ഗൈസ്. രണ്ടെന്ത് കുറെ വലയില് 1 2 3 4 5 ഞണ്ടാ പോയില്ലേ എടുത്തതിനെ.
യോ പുതിയ വലയിൽ ചാകര അനീഫ. കുറ്റം പറഞ്ഞിട്ടേ അനിപാടമ്മ രണ്ട് വണ്ടിയിലും അല്ല രണ്ട് വലയിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞണ്ട് കിട്ടിട്ടോ. എന്നാ നീ അപ്പോൾ പിന്നെ വല എറിയണ്ട നമ്മൾ. ഇപ്പോൾ കഴിഞ്ഞ ഏറിൽ അത്യാവശ്യം ഞണ്ട് കിട്ടിയില്ല രണ്ടുപേർക്കും. കോഴി വേസ്റ്റ് കെട്ടിയിട്ടാണ് ഈ വലയിൽ ഞണ്ട് പിടിക്കുന്നത്. അവിടെയൊക്കെ ആൾക്കാർ ഇതുപോലെ എറിയുന്നുണ്ട് കേട്ടോ. ഈ സീസണിൽ എല്ലാവരും വരും ഇതുപോലെ എറിയാൻ വേണ്ടി. നിങ്ങൾ ദൂരെ എറിയുന്നൊക്കെ ഉണ്ട്, കാണുന്നുണ്ടോന്നൊന്നും അറിയില്ല. നമ്മൾ കുറച്ചേരം ഇതുപോലെ വീണ്ടിടും. അപ്പോൾ നമ്മൾ വലിക്കണ്ട, ഒരാൾ വലിക്കണം, നമ്മളെ ചെക്കൻ വലിക്കണം. ഫാസ്റ്റ് വിളിക്ക് അല്ലെങ്കിൽ ഊരിപ്പോവും. ഞണ്ടുണ്ട് കേട്ടോ നമ്മളെ. ഓക്കെ ഞണ്ടുണ്ട്. എത്ര ഒരെണ്ണ? ഒരു ഞണ്ടുള്ളൂ. നമ്മൾ ഞണ്ട് വലിക്കണ്ട. പുതിയ വലയിൽ മൂന്നാമത്തെ ഏറിലാണ്. ഞണ്ട് പോയി ഞണ്ടിട്ടാ. വീണ്ടും 4 എണ്ണം, വീണ്ടും 4 ഞണ്ട്. ഒരെണ്ണം അവിടെ പോയി. 3 ഏറ് എറിഞ്ഞ് 10 ഞണ്ട് പിടിച്ചിട്ട് അനീഫ. അവനെത്ര ഏറെറിഞ്ഞ് കുറേ നേരമായി നിൽക്കണ. അപ്പോൾ രണ്ടുപേരും തുല്യത പാലിച്ചു. അത് വീണ്ടും എറിയാൻ വന്ന് പോവാണ്. ഞണ്ട് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഞണ്ടില്ലേ? ഞണ്ട് കിട്ടി. കോഴിനെ മേടിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ചിക്കൻ്റെ കാലാണ് കിട്ടാറ്. ചിക്കൻ്റെ കാലെണ്ണം സൂപ്പറാണ്.
ഇവിടേക്ക് ഇടുന്നോളൂ. ഞണ്ടുണ്ട്, ഞണ്ടാണ്, ചണ്ടിയല്ല. ഞണ്ടാണ് അനീപ്പ, ഞണ്ടാണ്, ചണ്ടിയല്ല. അതൊരു കോമഡി ആയിട്ടാ. കയറ് പോകണ്ട പിടിക്കണോ മേലക്ക് കയറ്റിയേക്കാണ്. കയറതാ. കെട്ടണത് ചെയ്ത ആള്. ഞണ്ട് കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലം കാണിച്ചല്ലേ, ആ പാടുമ്പോ നിറഞ്ഞു നോക്കി അടുത്ത വെള്ളം പോണേ. വല പിടിക്കണത് എന്നിട്ട് അവിടെ തന്നെ ഇടണം. ഒന്നുമില്ലാന്ന് തോന്നുന്നു. എന്തെന്തോ പരിപാടി ചെയ്യുന്നുണ്ട്, വലിക്കണമുണ്ട്. വലിക്കണം.